കുട്ടിക്ക് എന്തേ പറ്റേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി? എവിടെ? ഇവിടെ. എനിക്കല്ല, ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ. എന്താ എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പ്യ വരും. നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം കയറി നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടുന്ന്. തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകുന്നില്ല. നാരായണമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാശൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാട് മുഴുക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാറുന്നത് പേരക്കുട്ടി ജനിക്കാൻ പോണെന്ന്. വടിനോട്ടക്കാരന്റെ ഉൽപ്പലാശനാണ് എന്റെ പരിവകരുത്. ഇനി ഞാനൊരു കളി കളിക്കോട് വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കച്ചിൽ ഉൽപ്പലാശൻ താലി കെട്ടും. നാരായണിയും മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ട് ഇരുന്നോളൂ. കയ്യൊന്നും നിൽക്ക. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റിൽ കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? അംബിക ഉൽപ്പലാക്ഷൻ തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട.